ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. മാജ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ബാബ്സ് മന്ദിർ ഇൻ അബുദാബി. ഇവിടെ വരണമെന്നും വീഡിയോ ചെയ്യണമെന്നും നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിമനോഹരമായ അത്ഭുത കാഴ്ചയാണ്. അതേ, UAE അറബ് രാജ്യത്തിൻ്റെ അത്ഭുത കാഴ്ച. കിലോമീറ്ററുകളോളം ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ മന്ദിരത്തെ നമ്മളൊരു 8 മിനിറ്റ് കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മാജ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ വരുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടത് UAE പാസ് ഓപ്പൺ ചെയ്യണം. അതേപോലെ ID കാർഡ് കയ്യിൽ കരുതണം. എന്നാലേ നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി പെട്ടെന്ന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. വിസിറ്റിങ്ങിന് വരുന്ന ആൾക്കാർ അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് സമർപ്പിച്ച് QR കോഡൊക്കെ സ്കാൻ ചെയ്യുക. അപ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ QR കോഡൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം മന്ദിരത്തിൻ്റെ മുൻഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതെന്താ സാധനം എന്നറിയില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സെൽഫിയൊക്കെ എടുത്തു. പിന്നെയും മുന്നോട്ടേക്ക് പോവുകയാണ്. ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, മന്ദിരം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മേലോട്ട് പോകണം. 2 സൈഡും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള ആ റൂമിലേക്ക് ഈ റൂമിലേക്ക് കയറിയിട്ട് വേണം. അവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം. ഷൂസ് ഉണ്ടെങ്കിൽ അത് കഴിച്ച് വെക്കണം. ലെഫ്റ്റ് സൈഡിലുള്ളത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമ്മൾ നേരെ ചെരുപ്പ് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷൂ ഹൗസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട് റൈറ്റിലോട്ട്. കാരണം ഈ ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ചെരുപ്പുമായിട്ട് പോകാൻ അനുവാദമില്ല. ചെരുപ്പ് ഇവിടെ അയച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ചെരുപ്പ് അയച്ചു വെക്കുന്നെടുക്കാണ് ശ്രദ്ധിച്ചത്. ഇവിടെ എല്ലാവരും മണി അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മണി നമ്മൾ അടിക്കാമെന്ന് കരുതി. അപ്പോൾ മണിയൊക്കെ അടിച്ചു. ഇനി നേരെ സ്റ്റെപ്പ് കയറുകയാണ്. കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. പക്ഷേ അത് ചെറിയ സ്റ്റെപ്പായതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രയാസം തോന്നില്ല. പക്ഷേ ഇവിടെ നിന്നൊക്കെ പ്രത്യേകത കണ്ടത് ഇപ്പോൾ ഉച്ചയ്ക്ക് 12:30 മണിയാണ് സമയം. നല്ല വെയിലുണ്ട്. എന്നിട്ടും നടന്നു പോകുന്ന ഈ മാർബിൾ നല്ല തണുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് കുറച്ചുകൂടി കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പിന്നീട് കാണിക്കാം. ആദ്യം നമ്മൾ മന്ദിരത്തിൻ്റെ പരിസരത്തേക്ക് നേരെ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മളോട് ഒപ്പമുള്ളത് മുഹമ്മദ് ഖാണ്. മുഹമ്മദ് ഖാ മലപ്പുറംകാരനാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം ആളുകളും മൊബൈലിൽ വീഡിയോവും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ലിഫ്റ്റൊക്കെ ഉണ്ട്. അംഗവൈകല്യമുള്ള ആളുകൾക്കും പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. നല്ല ശില്പിയാണ്. ഏതായാലും ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്ന നല്ല ശില്പിയാണെന്ന് പറയാം. എല്ലാ തരത്തിലുള്ള ശില്പങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും ഈ ചുമരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടകം വരെ ഈ ചുമരിൽ
കാണാൻ കഴിയുന്നുണ്ട്. അപ്പം സമയം ഒരുപാട് വൈകി നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. മന്ദിരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം തിരിച്ചിറങ്ങുന്ന വഴിയിലാണ് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിനെ റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായി പോവും. കാരണം ഇതിൻ്റെ ഉൾവശം അങ്ങനെയാണ്, അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. മരങ്ങൾ കൊണ്ടാണ് ഫുള്ള് വർക്ക് നടത്തിയിരിക്കുന്നത്. പ്ലൈവുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് AC-യുടെ ഡക്റ്റ് വരെ, അതിൻ്റെ ഔട്ട് വരെ കാറ്റ് വരുന്ന ആ ഭാഗം വരെ മരങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഒരു സ്വീറ്റ്സിൻ്റെ കടയുണ്ട്. പിന്നെ ജ്യൂസ് കാര്യങ്ങൾ, ഐസ്ക്രീം ഇതൊക്കെ ഉണ്ട്. ലഡു, ജിലേബി. ഇതാണ് ലെഫ്റ്റ് സൈഡും ഉണ്ട് കട, അതുപോലെ അത് തുറന്നിട്ടില്ല. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. റെസ്റ്റോറൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു, കാരണം അവിടെ കസ്റ്റമറൊന്നും കാണുന്നില്ല. റെസ്റ്റോറൻറ്റ് രൂപത്തിലൊക്കെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടുന്നാണ് പ്രസാദം കൊടുക്കുന്നത്, ഇവിടുന്നാണ് മനസ്സിലായി. അപ്പോൾ ബാബ്സ് മന്ദിരത്തിൻ്റെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. വീണ്ടും അടുത്ത അതിമനോഹരമായ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.